ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളിൽ സ്വാമി പ്രീതിക്കായി വിവിധ നൈവേദ്യങ്ങൾ സമർപ്പിക്കാറുണ്ട്. വെണ്ണ നൈവേദ്യം, അവൽ കൊണ്ടുണ്ടാക്കിയ നൈവേദ്യം, പായസം, വടമാല. ഇതിൽ വടമാല എന്ന് പറയപ്പെടുന്നത് ഉളുന്നുമാവ് കൊണ്ടുണ്ടാക്കിയ ഈ വടകളാണ്. വടമാല, വട എന്നാൽ ഉളുന്ന്. ഇവിടെ വടമാല എന്ന പദങ്ങളിൽ അക്ഷരങ്ങളിൽ വട എന്ന സ്ഥലത്ത് വട്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. കചട്ടതപ എന്ന അക്ഷരസ്ഥാനങ്ങളിൽ ഗജടതപ എന്ന അക്ഷരങ്ങൾ ആദേശമായി വരുമ്പോൾ വട്ടമാല വടമാലയായി മാറും. അല്ലെങ്കിൽ വടമാല എന്ന് പറയുന്നത് വടമാലയായി കേൾക്കാം. വടവൃക്ഷം നമുക്കറിയാം, സംസ്കൃത പദമാണ് വടവൃക്ഷം. വടവൃക്ഷത്തിൻ്റെ കൂമ്പ്, അതായത് അങ്കുരം, വടാങ്കുരം എന്ന് പറയും. മൊട്ട, പൂമൊട്ട, കൂമ്പ് എന്ന് പറയപ്പെടുന്നത് ഇലകളിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വിത്തുകൾ അല്ലെങ്കിൽ കായകളുടെ അതിൻ്റെ പൂർവ്വരൂപമാണ്. വടവൃക്ഷത്തിൻ്റെ, അത്തിമരത്തിൻ്റെ, അശ്വത്ഥവൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ വൃക്ഷങ്ങൾക്ക് പുഷ്പങ്ങളില്ല. അതിൻ്റെ ഒരു മൊട്ട വരും, കൂമ്പെന്ന് പറയാം, അല്ലെങ്കിൽ പൂമൊട്ട എന്ന് പറയാം. അത് ക്രമേണ കായായി മാറും, ഫലമായി മാറും. സ്വാമിക്ക് ചാർത്തുന്നതിൽ പുഷ്പമാലകൾ കൊണ്ട്, പലതരത്തിലുള്ള സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് മാലകൾ ചാർത്താം. വടമാലയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു വിശേഷങ്ങൾ പറയാം. ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുന്നത് ആന്ധ്ര, തമിഴ്നാട് മുതലായ രാഷ്ട്രങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. ഉളുന്നുമാവ് കൊണ്ടുണ്ടാക്കിയ ഈ വിശേഷ നൈവേദ്യത്തെ വട എന്ന് പറയും ആ രാഷ്ട്രങ്ങളിൽ. ആ വട എന്നത് നമുക്ക് വടയായി കേൾക്കപ്പെടുന്നു. അപ്പോഴാണ് വടമാല, വടവൃക്ഷത്തിൻ്റെ അങ്കുരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ്. അല്ലെങ്കിൽ വടവൃക്ഷത്തിൽ നിന്നും താഴേക്ക് വരുന്ന വേരുകൾ ഏതാണോ ആ വള്ളികൾ കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയാണ് ഹനുമാൻ സ്വാമിക്ക് ചാർത്തണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ വിശേഷമായ നൈവേദ്യമാണ് ഇത്. എന്തുകൊണ്ടും ആഞ്ജനേയസ്വാമിയുടെ പൂജ കൊണ്ടു, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടു കുജഗ്രഹ, രാഹുഗ്രഹ, ശനിഗ്രഹ ദോഷം നിവൃത്തിയാകുമെന്നും ഈ ഗ്രഹദോഷം നിവാരണയ്ക്ക് വേണ്ടി ആഞ്ജനേയസ്വാമിക്ക് ആ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ നൈവേദ്യങ്ങൾ സമർപ്പിച്ചാൽ ആ ഗ്രഹദോഷം മാറി ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരും, അതുപോലെ ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ ദേവി ഭഗവതിക്ക് ഉളുന്നുമാവ് കൊണ്ടുണ്ടാക്കിയ വിശേഷ അപൂപ്പങ്ങൾ, മാഷാപൂപ്പം എന്ന് പറയും, നൈവേദ്യമായി സമർപ്പിക്കാറുണ്ട്. ഇവിടെ ആഞ്ജനേയസ്വാമിക്ക് ഈ വടമാല സമർപ്പിക്കാൻ കാരണം രാഹുഗ്രഹദോഷ നിവാരണത്തിന് വേണ്ടി രാഹുഗ്രഹത്തിൻ്റെ ധാന്യമായ ഉളുന്ന് ഇവിടെ നൈവേദ്യം പോലെയാക്കി അത് സ്വാമിക്ക് സമർപ്പണം ചെയ്യും. അതുകൊണ്ട് രാഹുഗ്രഹദോഷം നിവാരണയാകും. ബോധായനോക്ത നവഗ്രഹാരാധന എന്ന വിധാനത്തിൽ ബോധായന മഹർഷി പറഞ്ഞതുപോലെ ഗോധൂമാസ്തണ്ടുലാഃ ഖൽവ മുദ്ഗാശ്ചണകബർബരാഃ തില മാഷ കുളുത്ഥാശ്ച നവധാന്യാഃ പ്രകീർത്തിതാഃ. ബോധായന മഹർഷി നവഗ്രഹങ്ങളുടെ ഈ ധാന്യങ്ങളെല്ലാം പറഞ്ഞു. അതിൽ രാഹുഗ്രഹത്തിനായി ഉളുന്നാണ് ധാന്യം, സൂര്യഗ്രഹത്തിന് വേണ്ടി ഗോതമ്പാണ്, ചന്ദ്രഗ്രഹത്തിനായി അരി അല്ലെങ്കിൽ നെല്ല്. ഇങ്ങനെ ബോധായന മഹർഷി പറഞ്ഞ നവഗ്രഹാരാധനയിൽ ആയാ ഗ്രഹങ്ങൾക്ക് ഏതാണോ ധാന്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ധാന്യം ദാനം ചെയ്യാം. ആ ധാന്യം കൊണ്ട് വിവിധ നൈവേദ്യങ്ങൾ ചെയ്തു ദേവതയ്ക്ക് സമർപ്പിക്കാം. ഇതിനെ വിശേഷമായി ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം നവഗ്രഹ ധാന്യങ്ങൾ പറയുന്നുണ്ട്. ഗോധൂമം തണ്ടുലം വൈ തിലചണക കുളുത്ഥാടക ശ്യാമമുദ്ഗ നിഷ്പാവ മാഷ അർക്കേന്ദു സിതഗുരു ശിഖിക്രൂര വിദ്ഭൃഗ്വഹീനാം.
എന്ന ഈ ശ്ലോകത്തിൽ നവഗ്രഹങ്ങളുടെ ധാന്യങ്ങൾ എന്തൊക്കെയോ പറയുന്നു. ആ ധാന്യങ്ങൾ ഏതാണോ അത് നൈവേദ്യമായി നമ്മൾ സമർപ്പണ ചെയ്യുന്നു. രാഹുഗ്രഹദോഷ നിവാരണയ്ക്ക് വേണ്ടി ഉളുന്നു ധാന്യമെടുത്തു, അതിനെ മാഷം എന്ന് പറയും. മാഷധാന്യം കൊണ്ട് ഉണ്ടാക്കിയ ഉളുന്നു വട നമ്മളിവിടെ സമർപ്പിക്കുന്നു. ആ വടമാല കൊണ്ട് ആഞ്ജനേയ സ്വാമിക്ക് അലങ്കാരം ചെയ്യുന്നു. അലങ്കാരം ചെയ്യാം, നൈവേദ്യം ചെയ്യാം, സമർപ്പിക്കാം, ദാനം ചെയ്യാം. ഇത് എല്ലാം തന്നെ ആയാ ഗ്രഹദോഷ നിവാരണയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികരു, കാരണവരു, ഉപാസകന്മാരായിട്ടുള്ളവർ ഉപദേശിച്ച മാർഗമാണ് ഇതെല്ലാം. ആ മാർഗത്തിലാണ് നമ്മളെല്ലാവരും ആഞ്ജനേയ സ്വാമിക്ക് രാഹുഗ്രഹദോഷ നിവാരണയ്ക്ക് വേണ്ടി ഉളുന്നു ധാന്യം കൊണ്ടുണ്ടാക്കിയ വടമാല സ്വാമിക്ക് ചാർത്തുന്നു, സ്വാമിക്ക് നൈവേദ്യം ചെയ്യുന്നു, അത് പ്രസാദമായി സ്വീകരിക്കുന്നു. അല്ലാതെ ആഞ്ജനേയ സ്വാമിക്ക് വടമാല, വടവൃക്ഷത്തിൻ്റെ വള്ളികൾ കൊണ്ടോ കൂമ്പ് കൊണ്ടോ മാല ഉണ്ടാക്കി സ്വാമിക്ക് ചാർത്തണം എന്ന് ഗ്രന്ഥപരാമർശം എവിടെയും ഇല്ല. ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ പറയുന്നില്ല. യഥേച്ഛം പമ്പാതീര വിഹാരി, ഗന്ധമാദന സഞ്ചാരി, കനക കദളി വനാന്തരവാസി എന്ന വിശേഷ നാമങ്ങൾ ആഞ്ജനേയ സ്വാമിയുടെ ഒരു സൂക്തത്തിൽ പറയുന്നുണ്ട്, വിവിധ സ്തോത്രങ്ങളിൽ പറയുന്നുണ്ട്. കദളി വനത്തിൽ ഇരിക്കുന്നവനും ഗന്ധമാദന പർവ്വതത്തിൽ സഞ്ചരിക്കുന്നവനും പമ്പാതീരം, പമ്പാനദിയുടെ തീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനും എന്ന വിശേഷ നാമങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പാരിജാത തരുമൂലവാസനം ഭാവയാമി പവമാനനന്ദനം, പാരിജാത വൃക്ഷത്തിൻ്റെ ചവിട്ടിലിരുന്ന് തപസ്സു ചെയ്യുന്നവനോ ധ്യാനിക്കുന്നവനോ അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ചവിട്ടിൽ ഇരിക്കുന്നവനായ ഹനുമാനെ ഞാൻ ഭാവയാമി, ഞാൻ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ പാരിജാത വൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ സ്വാമിക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ പാരിജാത പുഷ്പങ്ങളുടെ മാല നമുക്ക് സ്വാമിക്ക് ചാർത്താം, അലങ്കരിക്കാം. വടമാല അല്ല, വടമാല തന്നെയാണ്. അത് ഈ ദ്രവ്യം ഉളുന്നുമാവ് തന്നെയാണ്. ഇതിനെ ശാസ്ത്ര, പൗരാണിക, സാമ്പ്രദായ ഉപാസകന്മാരെല്ലാവരും ഭഗവതിക്കും ശിവനും ആഞ്ജനേയ സ്വാമിക്ക് ഈ ഉളുന്നുമാവ് കൊണ്ട് നൈവേദ്യം സമർപ്പിക്കുക എന്നത് പതിവാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് മറ്റൊരു വിഷയം കൂടി പറയാവുന്നതാണ്. ആഞ്ജനേയ സ്വാമി സീതാദേവിയുടെ സന്ദർശനം ചെയ്ത ശേഷം തിരിച്ചു വരുന്ന വഴിയിൽ കിഷ്കിന്ധ വനത്തിൽ കയറി സുഗ്രീവ, ജാമ്പവാദി വീരന്മാരോടൊപ്പം അവിടെയുള്ള വാനർമാർ എല്ലാവരും കൂടി ഒരു ചെറിയ ആഘോഷം നടത്തി. ആ കിഷ്കിന്ധ വനത്തിൽ വൃക്ഷങ്ങളിൽ ഇരിക്കുന്ന തേന് എല്ലാം സംഗ്രഹിച്ച് അവിടെ ഇരിക്കുന്ന പുഷ്പങ്ങളെല്ലാം മാലകളായി ധരിച്ച് അവിടെ അവരെല്ലാവരും ആനന്ദ പ്രകടനം ചെയ്തു. ഉത്സാഹത്തോടെ എല്ലാവരും കളികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആഞ്ജനേയ സ്വാമി തേന സേവിച്ചെന്നും മധുസേവനം ചെയ്തിട്ടുണ്ടെന്ന് കൂടി സുന്ദരകാണ്ഡയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആഞ്ജനേയ സ്വാമിക്ക് തേന നൈവേദ്യമായി സമർപ്പിക്കാം.